നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടന്നിരിക്കുന്ന നെറുകേടുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് പുതിയ മേയർ. ആര്യയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മാതൃകാപരമായിട്ടുള്ള ഒരു മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അതേ ആര്യയുടെ കീഴിൽ നടന്ന ഓരോ പ്രശ്നങ്ങളുടെയും കാര്യങ്ങൾ ഇപ്പോൾ വി രാജേഷിലൂടെ തുറന്നു കാണിക്കപ്പെടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാളയം മാർക്കറ്റ് തന്നെയാണ്. വലിയ ഒരു വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ആ മാർക്കറ്റിന്റെ അവസ്ഥ, ശോചനീയമായിട്ടുള്ള അവസ്ഥ, അവിടെ നടക്കുന്ന കൊള്ളകൾ, അത് ഇന്ന് മേയർ നേരിട്ടറിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മേയർ വി രാജേഷ് ഇന്ന് രംഗത്തെത്തിയത്. നിർമ്മാണം പുരോഗമിക്കുന്ന പാളയം മാർക്കറ്റ് സന്ദർശിച്ച ശേഷം മേയർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും ഞെട്ടിത്തെരിച്ചു പോകും. മുമ്പ് ഇവിടെ വിരാജിച്ചിരുന്ന സംഘത്തിന്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിന്റെ ഭരണമെന്നും അനധികൃത പണപ്പിരിവ് കോർപ്പറേഷൻ അവസാനിപ്പിച്ചു എന്നും ഇന്ന് വി രാജേഷ് പറയുമ്പോൾ, കഴിഞ്ഞ 10 വർഷമായി ഇങ്ങനെയൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നും ഒരു സ്വരമുണ്ട്. നഗരസഭാ കൗൺസിലർ അംഗങ്ങളോടൊപ്പമായിരുന്നു ഇന്ന് മേയർ ഇത്തരത്തിൽ മാർക്കറ്റ് സന്ദർശിച്ചത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിനുള്ളിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഉടൻ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് മേയർ പറയുന്നു. നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ച് കച്ചവടക്കാരോട് മേയർ ചോദിച്ച് മനസ്സിലാക്കി. മാർക്കറ്റിലെ അനധികൃത നിർമ്മാണങ്ങളും മറ്റ് ഗുണ്ടാപിരിവുകളും അനധികൃത പണപ്പിരിവുകളും നിർത്തലാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു എന്ന് മേയർ വ്യക്തമാക്കി. അത് പ്രാവർത്തികമായേക്കാനുള്ള രീതികൾ, അത് പ്രാവർത്തികമായോ എന്ന് പരിശോധിക്കാനുള്ള ആളുകൾ അതിനെയൊക്കെ തന്നെ ഏർപ്പാടാക്കി കഴിഞ്ഞു. കച്ചവടക്കാരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. മുൻപ് ഇവിടെ വിരാജിച്ചിരുന്ന സംഘത്തിന്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിന്റെ ഭരണമെന്നാണ് വി രാജേഷ് പറയുന്നത്. അനധികൃത പണപ്പിരിവ് കോർപ്പറേഷൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിയമപരമായി കോർപ്പറേഷന് നൽകേണ്ടുന്ന പണം മാത്രം നൽകിയാൽ മതി എന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി വഴി നഗരസഭ മുൻ ഭരണസമിതി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി കണ്ടെത്തിയത്. പക്ഷെ അതൊക്കെ പാഴായി പോകുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇവിടെ അശാസ്ത്രീയ നിർമ്മാണങ്ങളാണ് പ്രധാനമായും നടന്നിട്ടുള്ളത് എന്ന് മേയർ ചൂണ്ടിക്കാണിക്കുന്നു. വെന്റിലേഷൻ പോലും ഇല്ലാത്ത സ്ഥാപനങ്ങൾ, 5 പേർ നിന്നാൽ ശ്വാസതടസ്സം ഉണ്ടാകുന്ന പ്രദേശം, കോർപ്പറേഷന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ നഷ്ടമായതെന്ന് മേയർ വി രാജേഷ് വ്യക്തമാക്കി. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. കെട്ടിടങ്ങൾ കച്ചവടത്തിന് അനുയോജ്യമല്ല. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെന്നും കുറെ ആളുകൾ അവരുടെ സാമ്രാജ്യമായാണ് മാർക്കറ്റിനെ കണ്ടത് എന്നും മേയർ വി രാജേഷ് തുറന്നടിച്ചു. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ അനധികൃതമായി നിരവധി കെട്ടിടങ്ങൾ ഇവിടെ പണിഞ്ഞിട്ടുണ്ടെന്ന് മേയർ തന്നെ നേരിട്ട് വിലയിരുത്തുന്നു. ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഓഫീസിൽ ഇരുന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്ന കാലം കഴിഞ്ഞു എന്നുള്ള മുന്നറിയിപ്പാണ് ഇതോടുകൂടെ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് പരാതികൾ മനസ്സിലാക്കുക എന്നതാണ് നിലവിലെ ഭരണസമിതിയുടെ തീരുമാനമെന്നും മേയർ വ്യക്തമാക്കുന്നു. ക്രമക്കേടുകൾ കാണിച്ചവർക്കെതിരെ കർശനമായുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ഭരണസമിതി ചുമതലയിൽ വന്ന അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ പാളയം മാർക്കറ്റിൽ മുൻപ് നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസ്, മറ്റൊന്ന് അനധികൃത പണപ്പിരിവ്. ഇപ്പോൾ മീൻ വിൽപ്പനയ്ക്ക് എത്തുന്ന സ്ത്രീകളുടെ ഉൾപ്പെടെ ഒരു ലൈറ്റ് ഒരു ദിവസം പ്രകാശിപ്പിക്കുന്ന 500 രൂപയാണ് വാങ്ങുന്നത്. അതോടൊപ്പം അവർ ഒരു മാസത്തേക്ക് 500 രൂപയാണ് ഒരു ലൈറ്റ് ഇടുന്നതിന്റെ വാടകയായിട്ട് വാങ്ങുന്നത്. എന്നാൽ ആ ലൈറ്റിന്റെ കറണ്ട് ബിൽ അടയ്ക്കുന്ന കോർപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ ഒരു ദിവസം ഇരുന്ന് കച്ചവടം നടത്തുന്നതിന് 500 രൂപയാണ് വാങ്ങുന്നത്. അത് ചിലർ നേരത്തെ കരാർ എടുത്തവരാണ്, ചിലർ കരാർ കാലാവധി കഴിഞ്ഞിട്ട് പിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഒരു സംഘത്തിന്റെ കയ്യിൽ, മുൻപ് ഇവിടെ വിരാജിച്ചുകൊണ്ടിരുന്ന ഒരു സംഘത്തിന്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിന്റെ ഭരണം. അവരാണ് അനധികൃതമായി ഇവിടെ ഭരണം നടത്തുന്നത് എന്നുള്ള വിവരമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയതിനു ശേഷം ഞങ്ങൾ ചില കാര്യങ്ങൾ ഇടപെടുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അനധികൃത പണപ്പിരിവ് എല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട്
കോർപ്പറേഷൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി അത്തരത്തിലുള്ള എല്ലാ പണപ്പിരിവും അവസാനിപ്പിച്ചു. അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ വന്നത്. കച്ചവടക്കാരോട് കണ്ട് സംസാരിച്ചു. നിയമവിധേയമായിട്ട് കോർപ്പറേഷൻ തരേണ്ട വാടക ഒഴികെ മറ്റൊരു പണവും കൊടുക്കേണ്ട പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരും അതിൽ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് കോടിക്കണക്കിന് രൂപ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന് കിട്ടേണ്ട സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ചുള്ള ഈ കെട്ടിടങ്ങളിലെ കടകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. 18 കോടി രൂപയാണ് അതിന് മുടക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ കോർപ്പറേഷന്റെ ഭരണസമിതിയിലുള്ള കൗൺസിലർമാർ, പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട്. ഞങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്നവരും ഉദ്യോഗസ്ഥരും എഞ്ചിനീയറിംഗിലെ എല്ലാവരും ഉണ്ട്. കൗൺസിലർമാർ ഉൾപ്പെടെ കയറി ആ കടകളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ മനസ്സിലാവുന്നത് ഈ കടയ്ക്കൊന്നും തന്നെ വായു കടന്നു പോകാനുള്ള സൗകര്യം 4 ഭാഗവും കെട്ടി അടച്ചിരിക്കും. ഒരു ജനൽ പോലും ഇല്ല. ഇനി വെന്റിലേഷൻ ഇല്ല. അവിടെ ഒരു 5 പേര് നിന്നാൽ തന്നെ ശ്വാസതടസ്സം ഉണ്ടാകും. അപ്പോൾ ഈ 50 കടകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവിടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മീനും ഒക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സഫോക്കേഷന്റെ ഒരു സാഹചര്യം, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടാണോ ഇതിന് ഫിറ്റ്നസ് കൊടുത്തതെന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ AC റൂമുകളിൽ ഇരുന്നാണ് സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർ ഞങ്ങളൊക്കെ ഈ ചർച്ചകൾ നടത്തുന്നത്. അപ്പോൾ അത് അവസാനിപ്പിച്ചു. ഇനി പ്ലാനുമായിട്ട് നേരെ ഫീൽഡിൽ വരികയാണ്. റൂമുകളിൽ നിന്ന് ചർച്ച നടത്തി സ്ക്രീനിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എല്ലാം ഭംഗിയാണെന്ന് തോന്നും. എന്നാൽ അത് ഭൂമിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്, തറയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ അത് പ്രായോഗികമായി ജനങ്ങൾ കച്ചവടം നടത്തുന്നതും വാങ്ങുന്നതും കാണാൻ വരുമ്പോൾ മാത്രം അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ സ്ഥലത്തും സ്ഥല പരിശോധന നടത്തി, ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ സ്ഥല പരിശോധന നടത്തി ജനങ്ങൾക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തി ഇത് തിരുത്തുവാനുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ വന്നപ്പോഴേക്കും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നിരവധി സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. ചിലർ വന്നിട്ട് അവർ തന്നെ തീരുമാനിക്കുകയാണ്. അവിടെ കുറച്ച് കമ്പിയും സിമെന്റും ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് രാത്രിയുടെ മറ പിടിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് അവരൊക്കെ തന്നെ ആ സ്ഥലം ഉപയോഗിക്കുകയാണ്. അതൊക്കെ തന്നെ ആ പ്രവണത അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഭരണപരമായുള്ള ശക്തമായ ഇടപെടലുകൾ ഉടൻ തന്നെ നടത്തും. തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടിരുന്നു. അവർക്ക് ഈ മീൻ വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് അവർ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഏത് രീതിയാണ് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിച്ച് തീരുമാനിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ ദിവസം തന്നെ നോട്ടീസ് കൊടുത്തല്ലോ. അങ്ങനെയുള്ള എല്ലാ പണപ്പിരിവും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഉൾപ്പെടെ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കീഴിലാണ് ഈ പ്രദേശം വരുന്നത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ പണപ്പിരിവ് നടത്തുകയാണെങ്കിൽ അത് പിടിച്ചുപറിയാണ് അത് എന്നുള്ള ഒഫൻസിലാണ് അത് വരുന്നത്. തീർച്ചയായിട്ടും മോഷണം, പിടിച്ചുപറി ഇങ്ങനെയൊക്കെയുള്ള ഒഫൻസ് ചാർജ് ചെയ്ത് കേസെടുക്കേണ്ടി വരും. ബാക്കി കാര്യങ്ങൾ പോലീസുമായിട്ട് സംസാരിക്കും.